ഒരു അർബുദ ചികിത്സ നടത്തുന്ന ഏതൊരു ഡോക്ടറിനും ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യാനുള്ള നോളജ് അല്ലെങ്കിൽ അതിനുള്ള അറിവ് ഉണ്ടാവുമെന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ. കാരണം അവർ ഒരു അർബുദ ചികിത്സനാണെങ്കിൽ തന്നെ ഒരു 10-15 വർഷം അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഒട്ടനവധി രോഗികളെ കണ്ടിട്ടുള്ള അറിവുണ്ടാവും. അവരൊത്തിരി അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ പ്രോബ്ലം പലപ്പോഴും വരുന്നത് സമയപരിമിതി മൂലം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന സമയം കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഏറ്റവും ഐഡിയൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് കൗൺസിലറാണ്. ഒരു സർട്ടിഫൈഡ് ജനറ്റിക് കൗൺസിലേഴ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പല ലബോറട്ടറികളും തന്നെ ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുന്നേ ഫ്രീ ആയിട്ട് ഇത്തരം ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ജനറ്റിക് കൗൺസിലിംഗ് ടെസ്റ്റുകൾക്ക് മുൻപും ശേഷവും ഇതിൽ പലപ്പോഴും ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ എൻറ്റയർ ജീൻ അനലൈസിസ് ചെയ്യാമാണ്. ഹോൾ ജീനോം സീക്വൻസിങ് ഹോൾ ജീനോം സീക്വൻസിങ് ചെയ്യുമ്പോൾ പല മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജനിതക വ്യതിയാനങ്ങൾ കണ്ടുപിടിച്ചെന്ന് വരാം. പല ജനിതക വ്യതിയാനങ്ങൾക്കും പ്രത്യേകിച്ച് യാതൊരു കോൺസിക്വൻസസ് അതിനുള്ള ഒരു അപകടം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ എഴുതി പ്രിൻ്റായി വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതെന്താണ്, ഈ മ്യൂട്ടേഷൻ എന്താണ്, എനിക്ക് ഈ ക്യാൻസർ വരുമോ എന്നുള്ള ആവശ്യമില്ലാത്ത പല സംശയങ്ങൾ വരും. അത് ചിലപ്പോൾ എന്നെപ്പോലുള്ള ഒരു ഡോക്ടർക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവാത്ത രീതിയിലുള്ള പുതിയ ചെറിയ വളരെ റെയർ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് വരുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള അറിവുള്ള ജനറ്റിക് കൗൺസിലേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ പലപ്പോഴും ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്നത് ഇതിലൊരു പോസിറ്റീവ് റിസൾട്ട്, അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജനറ്റിക് കൗൺസിലറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അവരുമായിട്ടൊരു വിശദമായ കൂടിക്കാഴ്ച നമുക്ക് ഉണ്ടാക്കാം. അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം, എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ഡ്രൈവർ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് മ്യൂട്ടേഷൻസ് തന്നെ അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാക്കാം. അത് ക്യാൻസർ ആവാൻ സാധ്യത അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മ്യൂട്ടേഷൻസും പിന്നെ ബൈസ്റ്റാൻഡർ മ്യൂട്ടേഷൻസ് പറയും. അതായത് കുഴപ്പമില്ലാത്ത അപകടകാരിയല്ലാത്ത മ്യൂട്ടേഷൻസ് അതവിടെ ഉണ്ട്, അതവിടെ ഇരുന്നോളും, അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അത്തരം മ്യൂട്ടേഷൻസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായി ഏതാണ് കുഴപ്പം, ഏതാണ് കുഴപ്പമില്ലാത്ത എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്.